Hi friends, welcome to another video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് The Price of Flowers എന്ന് പറയുന്ന +1ന്റെ ഒരു പാഠഭാഗമാണ്. ഇത് എഴുതിയിട്ടുള്ളത് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ എന്താണ് ഇതിൻ്റെ ഒരു സംഭവം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു കഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ ബ്രീഫായിട്ടല്ല പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് മീനിങ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ബോൺസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഇത് സോ കോംപ്ലക്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. ശരിക്കും പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. ആക്ച്വലി വി കനോട്ട് എക്സ്പ്രസ് ഇറ്റ് ഇൻ വേർഡ്സ്. നമുക്ക് വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ്, വേർഡ്സ് എന്ന് വാക്കുകളാണ്, ഡീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തികളാണ്. Words and deeds have a soothing effect and they cement the bonds of relationship. Okay, അപ്പോൾ സിമെൻ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് വെച്ചാൽ വാക്കുകളും പ്രവൃത്തികളും ഒരു സൂത്തിങ് എഫക്റ്റ് ഉണ്ട്. അതായത് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് റിലാക്സ് ആക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട്. ആൻഡ് അതുമാത്രമല്ല ഇതിന് എന്താണ് നമ്മുടെ ബന്ധങ്ങളുടെ ഒരു അടിത്തറ ഊട്ടി ഉറപ്പിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഹിയർസ് എ സ്റ്റോറി അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ്, റീഡ് ഓൺ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് വാക്കുകളുടെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് വാക്കുകൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കഥ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വേർഡുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ വേർഡുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫ് മുതൽ ഒന്ന് വായിച്ചു പോകാം. ഇറ്റ് വാസ് നിയർലി 1 o'clock ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. അപ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പുണ്ടായിരുന്നു. So I made my way slowly to a vegetarian restaurant which was not far away. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പതിയെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഓക്കെ, അത് അധികം ദൂരമൊന്നുമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു, അവിടേക്ക് പോയി. ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ. അപ്പോൾ എവിടെയാണ് ആ പ്ലേസ് എന്ന് പറയുന്നത്? സെൻറ്റ് മാർട്ടിൻസ് ലൈനിലാണ് കേട്ടോ. ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് were not so crowded in those days. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ ലഞ്ച് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ലണ്ടൻ റെസ്റ്റോറൻറ്റ് വലിയ തിരക്കൊന്നുമില്ല. നമുക്കറിയാൻ പറ്റും ഇവിടുത്തെ ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ചില സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് സെൻറ്റ് മാർട്ടിൻസ് ലൈനിലുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് അവേഴ്സ് അവിടെ വലിയ തിരക്കൊന്നും ആയിരുന്നില്ല. ലണ്ടനിലാണ് സംഭവമൊക്കെ നടക്കുന്നത്. ഓക്കെ, I found not more than 3 or 4 hungry people scattered around the room. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3-4 ആളുകൾ മാത്രം അവിടെ സ്കാറ്റർ ചെയ്യാന്ന് വെച്ചാൽ ചിതറിക്കെടുക്കാൻ നടത്തും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു 3-4 ആളുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, എന്ന് വെച്ചാൽ വലിയ ഒരു ഹോട്ടലായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഐ ചോസ് എ ടേബിൾ. ഞാൻ എന്ത് ചെയ്തു, ഒരു ടേബിൾ സെലക്ട് ചെയ്തു. ആൻഡ് സീറ്റ് മൈ സെൽഫ് ആൻഡ് ഓപ്പൺ ദ ന്യൂസ് പേപ്പർ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു, ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്തു. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു സ്ത്രീ, ഒരു വെയിട്രസ് ആണ്, ഒരു ലേഡിയാണ്. അവർ വന്നിട്ട് എന്നോട് വളരെ പൊളൈറ്റായിട്ട് എൻ്റെ ഓർഡർ ചോദിച്ചു, എന്തൊക്കെയാണ് സർ വേണ്ടതെന്ന് ചോദിച്ചു. ഐ റേസ് മൈ ഐസ് ഫ്രം ദ പേപ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കണ്ണുകൾ അവിടെ നിന്ന് ഉയർത്തി. ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു ആൻഡ് ടോൾ ഹെർ വാട്ട് ഐ റിക്വയർഡ്. അപ്പോൾ ഗ്ലാൻസ് എന്ന് വെച്ചാൽ ഉറ്റു നോക്കി എന്നർത്ഥം. ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ള അർത്ഥമാണ് ഗ്ലാൻസ്ഡ്. ഒന്ന് നോക്കി, മെനുവിൽ നോക്കി. അതിനുശേഷം ഞാൻ പറഞ്ഞു വാട്ട് ഐ റിക്വയർഡ്, എനിക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സർ ഷീ സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി. ബ്രിസ്ക്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നടത്താം, വളരെ വേഗത്തിൽ. ആൻഡ് നോയ്സ്ലെസ്ലി അവേ. അപ്പോൾ ആ ഒരു സ്ത്രീ വെയിട്രസ് എന്ത് ചെയ്തു, താങ്ക് യു സർ എന്ന് പറഞ്ഞു. എന്നിട്ട് പതിയല്ല വേഗം പോയി. നോയ്സ്ലെസ്ലി അവേ, അത് വെച്ചാൽ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട്, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് പോയി. At that moment my attention was drawn to a table not far from mine. ആ സമയത്ത് എൻ്റെ ഒരു ശ്രദ്ധ വേറൊരു ടേബിളിലേക്ക് പോയി. എൻ്റെ ടേബിളിൻ്റെ അടുത്തുനിന്ന് അധികം ദൂരമൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു ടേബിളിലേക്ക് പോയി. അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദർ. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷുകാരത്തി, ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് ബട്ട് ടേൺഡ് ഹെർ ഐസ് അവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് അവളുടെ ലുക്ക് മാറ്റും, എന്നിട്ട് വീണ്ടും എന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീണ്ടും ലുക്ക് മാറ്റും, അങ്ങനെയായിട്ട് നിൽക്കുന്നു. ഇനി ആ പെൺകുട്ടിയുടെ പ്രത്യേകതകളാണ് പറയുന്നത് കേട്ടോ. ക്യാരക്ടർ സ്കെച്ചൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ പറയുന്നതാണ്, ദ ഗേൾ വാസ് 13 or 14 years old. ഏകദേശം 13-14 വയസ്സുണ്ടാവുക കുട്ടിക്ക്.
ഹെർ ക്ലോത്ത്സ് ബിട്രൈഡ് ഹെർ പോവർട്ടി. അപ്പോൾ അവളുടെ ഒരു ആ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം ഒരു ഇത്തിരി എന്താണ് ദാരിദ്ര്യമുള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയ പണക്കാരത്തിയൊന്നുമല്ല. ശരിക്കും ഇവിടെ ബിട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കൊടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ പക്ഷേ മീൻ ചെയ്യുന്നത് ബിട്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അറിയാതെ തന്നെ അവളുടെ സിറ്റുവേഷൻ എന്ത് കാണിക്കുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവൾ സാധാരണ നോർമലി ഡ്രസ്സ് ചെയ്ത് പോയി, പക്ഷേ കാണുന്നവർക്ക് മനസ്സിലാവാൻ പറ്റും ഒരാളുടെ ഡ്രസ്സ് കണ്ടാൽ നമുക്കറിയാലോ പാവപ്പെട്ടതാണോ അല്ലെങ്കിൽ പണക്കാരനാണോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആണോ എന്നൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ വലിയ കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഓക്കെ, വാട്ട്സ് എവർ. അപ്പോൾ ആ ഒരു ഡ്രസ്സ് അവളൊരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു ദരിദ്ര സ്ത്രീയാണെന്നുള്ളത് കാണിച്ചിരുന്നു. ഹെർ ഹെയർ hung in a way heavy stream down her back. Her eyes were large. അപ്പോൾ അവളുടെ എന്താണ് മുടി ഇങ്ങനെ കാർക്കൂന്തലൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട പോലെ കെടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ വളരെ വലിയ കണ്ണുകളായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. പക്ഷേ കണ്ണുകൾ നല്ല വലുതാണെങ്കിൽ കൂടിയിട്ട് ആ കണ്ണുകളിലൊക്കെ ഒരു സാഡായിട്ട് ഒരു എക്സ്പ്രഷനാണ് നിലനിന്നിരുന്നത്. I watched her when she was not looking so that she would not notice. അങ്ങനെ ഞാൻ അവളെ നോക്കി, അവൾ എന്നെ നോക്കാത്ത സമയത്ത് ഞാൻ അവളെ നോക്കി. ഓക്കെ, യെസ്, ഓക്കെ. സോ മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷി വാസ് ഫിനിഷിങ് ഹേഴ്സ്. അവളുടെ ലഞ്ച് ഫിനിഷ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ലഞ്ച് സെർവ് ചെയ്ത് തന്നു നമ്മുടെ വെയിട്രസ് വന്നിട്ട്. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. അങ്ങനെ വെയിട്രസ് ആ ലേഡിക്ക്, ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്തു, ബില്ല് കൊണ്ടു കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. സാധാരണഗതിയിൽ അവിടെ ബില്ല് പേ ചെയ്യുന്നത് പുറത്ത് പോകുന്ന സമയത്ത്, അതായത് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന സമയത്ത് അവിടെ ഡെസ്ക് ഉണ്ടാവും. ഓക്കെ, ഒരു റിസപ്ഷൻ ഏരിയ പോലെ ഉണ്ടാവും. അവിടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബില്ല് പേ ചെയ്യുന്നത്. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ. അപ്പോൾ ഡെസ്ക് എന്ന് പറയുന്നത് ഡോറിനടുത്തായിട്ടാണ്. നമ്മൾ സാധാരണ ഇവിടെയൊക്കെ കാണുന്ന ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് പോലെ തന്നെയാണ് കേട്ടോ. ആൻഡ് ദ ഗേൾ സ്റ്റുഡ് അപ്പ്. അങ്ങനെ ആ പെൺകുട്ടി എണീറ്റു. മൈ ഐസ് ഫോളോഡ് ഹെർ. അപ്പോൾ ഞാൻ ഞാൻ അവളിൽ എന്ത് ചെയ്തു, എൻ്റെ കണ്ണുകൾ അവൾ ഫോളോ ചെയ്തു. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ. അവൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്. വളരെ സൗണ്ട് കുറച്ചിട്ട് അവൾ കാഷ്യറിനോട് ചോദിച്ചു, പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് എൻ ഇന്ത്യൻ. അപ്പോൾ ഒരു ലേഡിയാണ് അവിടെ കാഷ്യറിലിരിക്കുന്നത്. ആ സ്ത്രീയോട് ചോദിച്ചു, ആ ജെന്റിൽമാൻ ഇന്ത്യക്കാരനാണോ? അപ്പോൾ കാഷ്യർ പറഞ്ഞു, ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നുണ്ട്, ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. ദ കാഷ്യർ ആൻസർഡ്, ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം. അപ്പോൾ ഇവൾ വീട് ചോദിച്ചു, അദ്ദേഹം ഇവിടെ റെഗുലറായിട്ട് എല്ലാ ദിവസവും വരാറുണ്ടോ? അപ്പോൾ ഈ കാഷ്യറിലുള്ള സ്ത്രീ പറഞ്ഞു, പെർഹാപ്സ് നോട്ട്, ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. അദ്ദേഹത്തെ ഞാൻ മുന്നേ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതിനെയാണ് നമുക്ക് ആ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്, പേജ് നമ്പർ 51 കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പേജിലത്തത് ഒന്ന് നോക്കാം. Thank you, said the girl and looked at me once more with a startled air and went out. അങ്ങനെ ആ കാഷ്യറിനോട് ആ പെൺകുട്ടി താങ്ക് യു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് നോക്കി. വൺസ് മോർ വിത്ത് സ്റ്റാർട്ടിൽഡ് എയർ, പേടിച്ച പോലെ അല്ലെങ്കിൽ എന്തോ മൈൻഡിലൊക്കെ വെച്ചിട്ട് എന്നെ നോക്കി. ആൻഡ് വെൻറ്റ് ഔട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടായി അല്ലെങ്കിൽ പോയി. ഇറ്റ് സർപ്രൈസ് മീ വൈ വാട്ട്സ് മാറ്റർ. അപ്പോൾ എനിക്ക് തോന്നി, ഇതെന്താ സംഭവം. ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അവൾക്ക് എന്നിൽ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ പേരൊക്കെ ചോദിച്ചത്, അല്ലെങ്കിൽ പേര് ചോദിച്ചു, അറിയുമെന്ന് ചോദിച്ചു, ഇന്ത്യക്കാരനായിരിക്കും എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ എന്തോ സംഭവം ഉണ്ടല്ലോ. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ഹെർ ദ വെയിട്രസ്. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെയിട്രസിനോട് ചോദിച്ചു, ഡി നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ. അവിടെ ഇരുന്ന പെൺകുട്ടി നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വെയിട്രസ് പറഞ്ഞു, നോ സർ, ഐ ഡോണ്ട് നോ ഹെർ. ടു സ്പീക്ക് ഓഫ് ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹെർ ഹിയർ ഓൺ സാറ്റർഡേയ്സ്. അപ്പോൾ നമ്മുടെ വെയിറ്റേഴ്സ് പറഞ്ഞു, നോ സാർ, എനിക്ക് ആളറിയൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവൾ ഇവിടെ സാറ്റർഡേയ്സിൽ ശനിയാഴ്ചകളിൽ ലഞ്ച് കഴിക്കാൻ അവളിവിടെ വരാറുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഓക്കെ, ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ. അപ്പോൾ ഇയാൾ ചോദിച്ചു, വേറെ ദിവസങ്ങളിൽ വരാറുണ്ടോ, ശനിയാഴ്ച മാത്രമാണോ വരുന്നത്? അപ്പോൾ നമ്മുടെ വെയിറ്റേഴ്സ് പറഞ്ഞു, ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. അപ്പോൾ ഞാൻ അവളെ മറ്റുള്ള ദിവസങ്ങളൊന്നും കണ്ടിട്ടില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു വീണ്ടും, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആ സ്ത്രീ, ആ പെൺകുട്ടി ആരാണ് അല്ലെങ്കിൽ എവിടെയുള്ളതാണെന്ന് വല്ലതും അറിയോ? അപ്പോൾ നമ്മുടെ വെയിറ്റേഴ്സ് പറഞ്ഞു, പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ചിലപ്പോൾ അവൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇയാൾ ചോദിച്ചു, ഹൗ ഡു യു നോ ദാറ്റ്? അപ്പോൾ അതെങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യുന്നുണ്ടാവുന്നുള്ളത്? അപ്പോൾ നമ്മുടെ വെയിറ്റേഴ്സ് പറഞ്ഞു, സാറ്റർഡേ ഈസ് പേ ഡേ. എന്നുവെച്ചാൽ ശനിയാഴ്ചയാണ് ഇവർക്ക് ശമ്പളം കിട്ടുന്നത്. ഓക്കെ, കൂലി കിട്ടുന്ന ദിവസം. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. അതുകൊണ്ടായിരിക്കാം അവൾ ശനിയാഴ്ച വരാറ്. ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൾക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല.
ഓക്കെ, പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഒരു പക്ഷേ പെർഹാപ്സ് പറഞ്ഞാൽ ഒരു പക്ഷേ കേട്ടോ, ചിലപ്പോൾ അധികം പൈസ ഒന്നും ഏൺ ചെയ്യുന്നുണ്ടാവില്ല, പാവപ്പെട്ട കുട്ടിയായിരിക്കും. ഓക്കെ, ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അപ്പോൾ അതും കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് നീങ്ങി, അല്ലെങ്കിൽ മൂവ് ചെയ്തു, പോയി. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. പക്ഷേ എനിക്കൊരു ആകാംക്ഷ, എന്താണ് സംഭവം, എന്തിനായിരിക്കും എന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവുക, ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹു വാസ് എ ചൈൽഡ്, ആ കുട്ടി ആരായിരിക്കും, ആ പെൺകുട്ടി. വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ, എന്നെ എന്തിനായിരിക്കും എന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവുക. വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹർ ഇൻട്രസ്റ്റ്. ഇനി എന്തെങ്കിലും അതിലൊരു നിഗൂഢത ഉണ്ടായിരിക്കും. നിഗൂഢത മീൻസ് എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടായിരിക്കും എന്നെക്കുറിച്ച് ആലോചിക്കാൻ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ചോദിക്കാൻ മാത്രം. എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണത്, എന്നെക്കുറിച്ച് ചിന്തിക്കാൻ, എന്നെക്കുറിച്ചിട്ട് എന്താണ് ചോദിക്കാൻ, എന്തായിരിക്കും കാര്യം എന്ന് ചോദിച്ചു. അല്ല എന്ന് ആൾ മനസ്സിലാലോചിച്ചിട്ട്. ഹെർ പോവർട്ടി സ്ട്രൈക്കൺ സാഡ് ആൻഡ് ആൻഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്. അപ്പോൾ എൻ്റെ ചിന്തകളിലുടനീളം, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ഫുള്ള് ആ പെൺകുട്ടീനെ കുറിച്ചിട്ടായി. അവളുടെ ആ ഒരു ദരിദ്രയായിട്ടുള്ള പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അവളുടെ ഒരു ഭയങ്കര ഒരു വിഷമത്തോടുള്ള, അല്ലെങ്കിൽ കുറച്ച് ആൻഷ്യസ് ആയിട്ടുള്ളൊരു ഫിഗർ, അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിന്നു. എൻ്റെ ഫുള്ള് പറഞ്ഞ എൻ്റെ ചിന്തകൾ ഫുള്ള് ആ പെൺകുട്ടീനെ കുറിച്ചിട്ടായി. ഓൺ സൺഡേസ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. അങ്ങനെ ഞായറാഴ്ചകളിൽ ലണ്ടനിലത്തെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവർ മീറ്റ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു, സാറ്റർഡേ ആയിരുന്നു. പിറ്റേ ദിവസം സൺഡേ ആണ്, പിറ്റേ ദിവസം എല്ലാ ഷോപ്പുകളും ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. അപ്പോൾ ഞായറാഴ്ച എന്തായാലും നടക്കില്ല, ഞായറാഴ്ച എല്ലാ കടകളും ഓഫാണ്. അപ്പോൾ ഇനി കടയിൽ പോയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച രാവിലെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച്, പ്രഭാത ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഈ പെൺകുട്ടീനെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്, ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. പക്ഷേ എല്ലാ കടകളിലും പോയി അന്വേഷിച്ചെങ്കിലും ആ കുട്ടിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അങ്ങനെ ദ വീക്ക് പാസ്റ്റ്, അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. സാറ്റർഡേ കെയിം അഗെയിൻ, വീണ്ടും ശനിയാഴ്ച വന്നു. ശനിയാഴ്ചയാണ് ആ പെൺകുട്ടി വരാറെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, അടുത്ത ശനിയാഴ്ചയായി. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. അങ്ങനെ ഞാൻ നേരം ചെയ്തു, അവിടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. ഇന്ന് ആ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് കാര്യമുള്ളൂ. ആ പെൺകുട്ടീനായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്താണ് ആ കാര്യം എന്നൊക്കെ ചോദിക്കണം. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹെർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. അങ്ങനെ ഞാൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സെയിം ടേബിളിൽ, അന്ന് ഇരുന്നിരുന്ന അതേ സെയിം ടേബിളിൽ ആ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഷി വാസ് ഈറ്റിംഗ്, അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വോക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേർ സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ ചെയർ എടുത്തിട്ട് അവളുടെ മുന്നിൽ പോയിരുന്നു. അവളുടെ മുന്നിൽ അവൾ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പോയിരുന്നിട്ട് പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ അവൾ പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഷി റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. അവളൊരു ഇത്തിരി മടിയോട് കൂടിയിട്ട്, ഹെസിറ്റൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മടിയോട് കൂടിയിട്ട് അവൾ റെസ്പോണ്ട് ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ സർ എന്ന് പറഞ്ഞു. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ ആൻഡ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഞാനങ്ങനെ പതിയെ കോൺവെർസേഷൻ, ഒരു സംഭാഷണം ഇങ്ങനെ തുടങ്ങി വെച്ചു. അവസാനം അറ്റ് ലാസ്റ്റ് ഷീ ആസ്ക്ഡ്, അവസാനം അവൾ ചോദിച്ചു ആർ യു എൻ ഇന്ത്യൻ, നിങ്ങൾ ഇന്ത്യക്കാരനാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. എക്സ്ക്യൂസ് മീ ആർ യു വെജിറ്റേറിയൻ? അപ്പോൾ അവൾ ചോദിച്ചു വീണ്ടും നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? ഓക്കെ. അപ്പോൾ ഇയാൾ ചോദിച്ചു വൈ ഡു യു ആസ്ക് ദാറ്റ്, അതിൻ്റെ അങ്ങനെ ചോദിച്ചു വെജിറ്റേറിയൻ ആണെന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരിൽ കൂടുതലും വെജിറ്റേറിയൻ ആണെന്നുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? അതിപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇന്ത്യനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം? അപ്പോൾ നമ്മുടെ പെൺകുട്ടി പറഞ്ഞു മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീസ് എ സോൾജിയർ. എൻ്റെ മൂത്ത ചേട്ടൻ ഇന്ത്യയിലാണ്, അദ്ദേഹം ഒരു സോൾജിയറാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഐ എം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ, ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ വെജിറ്റേറിയൻ ഒന്നല്ല, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. പക്ഷേ എനിക്ക് വെജിറ്റേറിയൻ മീലൊക്കെ ഇഷ്ടമാണ്. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ഒന്നല്ല, പക്ഷേ എനിക്ക് വെജിറ്റേറിയൻ മീൽ ഇഷ്ടമാണ്. ദ ഗേൾ സെയിം ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ പെൺകുട്ടിക്ക് ഒരു നിരാശ പോലെയായി. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ. പിന്നെ എനിക്ക് മനസ്സിലായി അവളുടെ ആകെയുള്ളൊരു ഗാർഡിയൻ എന്ന് പറയുന്നത് ഈ ഒരു എൽഡർ ബ്രദർ മാത്രമാണ്. ഷീ ലിവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിത്തൗട്ട് മദർ. അവൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അവൾ താമസിച്ചിരുന്നത് അവളുടെ അമ്മയുടെ കൂടിയാണ്. അമ്മ എന്ന് പറയുന്നത് വിഡൗഡ് മദറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചുപോയി, ഈ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി, അല്ലെങ്കിൽ ആ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? അപ്പോൾ ചോദിച്ചു ബ്രദർ അങ്ങനെ മെസ്സേജ് അയക്കല്ല, മെസ്സേജ് അയക്കുക, അപ്പോൾ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, ലെറ്റർ അയക്കാറുണ്ടോ, ആളിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം.
ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെറ്ററൊന്നും കിട്ടിയിട്ടില്ല. മൈ മദർ ഈസ് വെരി വറീഡ്. എൻ്റെ അമ്മ ആകെ ടെൻഷനിലാണ്. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ആളുകളൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിറയെ പുലിയല്ല കടുവയും പാമ്പും പിന്നെ പനിയൊക്കെ ഉണ്ടെന്നാണ്. ഷീ ഈസ് അഫ്രേഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ പേടിയാണ്. അമ്മയ്ക്ക് എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബ്രദറിന് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള പേടിയാണ്. ഇസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? എന്നിട്ട് ചോദിച്ചു, സാറേ പറയുന്നതൊക്കെ ശരിയാണോ? ഇങ്ങനെ ഇന്ത്യയിൽ ഫുള്ള് ടൈഗറും അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് സ്നേക്കും പിന്നെ ഫീവറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചിരിച്ചു. നോ, ഐ സ്മൈൽഡ്. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദെയർ ഇഫ് ഇറ്റ് വെർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുക? ഇങ്ങനെ പാമ്പും പുലിയും പിന്നെ പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെങ്ങനെ ജീവിക്കുക അവിടെ? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. അപ്പോൾ ഗേൾ സൈഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക എന്ന് പറയില്ല, ഇങ്ങനെ അങ്ങനെ ആക്കൂലേ, ആ ഒരു സൗണ്ട് ഉണ്ടാക്കി. ഓക്കെ. മദർ സേസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. അപ്പോൾ അമ്മ പറയാറുണ്ട്, ഒരു ഇന്ത്യക്കാരനെ കാണണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അവിടെ പാമ്പുണ്ടോ, കടുവുണ്ടോ, ഫീവർ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. അങ്ങനെ ആ പെൺകുട്ടി എന്നെ നോക്കി. ഇവിടെ എൻട്രീറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. എൻട്രീറ്റി എന്ന് പറയുന്നത് ഒരു കെഞ്ചി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ നോക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഫുൾ ഓഫ് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ആകാംക്ഷ എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിൽ തന്നെ നോക്കി. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. ഷീ വാണ്ടഡ് മീ ടു സീ ഹെർ മദർ. അവളുടെ ആഗ്രഹം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം, എന്നെ അവളുടെ വീട്ടിൽ കൊണ്ടുപോകണം, അവളുടെ അമ്മേനെ എന്നെ ഒന്ന് കാണിക്കണം. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹെർ ഹോം. പക്ഷേ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ കൂടെ ഒന്ന് വരുമോ, എൻ്റെ അമ്മേനൊന്ന് കണ്ടിട്ടൊന്ന് സംസാരിക്കുമോ, അത് ചോദിക്കാനായിട്ടുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല. A keen desire to meet this poor anxious mother took hold of me. അപ്പോൾ എൻ്റെ മനസ്സിലും ഒരു ആഗ്രഹം തോന്നി, ആ ഒരു അമ്മേനെ ഒന്ന് കാണണം. അവിടെ ഒരു ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിലാണല്ലോ അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം, എനിക്ക് അവരെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. I had not had the opportunity to visit an impoverished English home. അതായത് ഒരു പാവപ്പെട്ട വീട് ഇതുവരെ ഞാൻ സന്ദർശിച്ചിട്ടില്ല. ഐ മീൻ ലണ്ടനിലത്തെ. ലണ്ടൻ കേൾക്കുമ്പോൾ നമുക്ക് എന്താ, വളരെ റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി, അവിടുത്തെ ആളുകളൊക്കെ റിച്ചാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവിടെ പൂറായിട്ടുള്ള ആളുകൾ, ദാരിദ്ര്യമുള്ള ആളുകൾ. അപ്പോൾ ഇയാൾക്കും അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയാണ് അവിടുത്തെ ദരിദ്രർ കഴിയുന്നത് എന്നറിയാനായിട്ടുള്ളൊരു ആഗ്രഹം. ഐ വിഷ്ഡ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി. എങ്ങനെയാണ് പാവപ്പെട്ട ആളുകൾ ഇവിടെ ജീവിക്കുന്നത് എന്നറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി. ടു നോ വാട്ട് ദേ തിങ്ക്. ഇനി അവരുടെ ചിന്തകൾ എന്താണ്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, എല്ലാം അറിയാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടായി. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? അപ്പോൾ എന്നിട്ട് ചോദിച്ചു, എന്നെ ഒരു ദിവസം അമ്മയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുമോ എന്തെങ്കിലും? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ? ഐ ക്യാൻ ഗോ സം ഡേ, എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എന്ന് ചോദിച്ചു. ദ ഗേൾസ് ഐ ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ. അപ്പോൾ പെൺകുട്ടിക്കാണെങ്കിൽ ആകെ ഇതായി, കണ്ണൊക്കെ ആകെ ബൾജായി. ഇവളുടെ ആഗ്രഹം എന്തുട്ടാ, ഇദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു, എന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുന്നുള്ളത്. താങ്ക് യു എവർ സോ മച്ച് ഷി സെഡ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു, ക്യാൻ യു കം നൗ? എന്നിട്ട് ചോദിച്ചു, താങ്ക് യു സാർ, സാറിന് ഇപ്പോൾ വരാൻ പറ്റുമെന്ന് ചോദിച്ചു പെൺകുട്ടി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വിത്ത് പ്ലഷർ, സന്തോഷമേ ഉള്ളൂ. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഗസ്റ്റ് ആണല്ലോ, ഞാനിപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിലെന്തെങ്കിലും പരിപാടി ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വരാം, വേറെ പ്രോബ്ലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, നോ നോട്ട് അറ്റ് ഓൾ, ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം കംപ്ലീറ്റ് ആയിട്ട് എൻ്റേതാണ്, എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഫുള്ളായിട്ട് എൻ്റേതാണെന്ന് പറഞ്ഞു. യെസ്, ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് എണീറ്റു. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹെർ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, ഐ നോ യുവർ നെയിം. നിൻ്റെ പേരെന്തുട്ടാ, പേര് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, മൈ നെയിം ഈസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അപ്പോൾ ഇവൾ പേര് പറഞ്ഞു, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ് പേര്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷി ആസ്ക്ഡ്. അവൾ ചോദിച്ചു, നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റില്ലല്ലോ, ലണ്ടനല്ലേ. ഓക്കെ, നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അതായത് വേറെ ഇനി വണ്ടി വിളിക്കണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോട്ട് അറ്റ് ഓൾ ഐ ആൻസേർഡ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല, നടക്കാം.
അപ്പോൾ പെൺകുട്ടി പറഞ്ഞു നോ ഐ വോക്ക് ഹോം എവറി ഡേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും നടന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഐ ആസ്ക്ഡ് ദ ഗേൾ ഡു യു കം ദിസ് വേ ഓഫൻ? നീ ഈ വഴി കൂടി തന്നെയാണോ മിക്കവാറും വരാറ്? യെസ്, ഷീ ആൻസേർഡ്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദി സിവിൽ സർവീസ് സ്റ്റോഴ്സ്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് ഏർലി. അപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ ഇതിലൂടെ തന്നെയാണ് വരാറ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ടൈപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സിവിൽ സർവീസ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ വഴി തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇന്ന് പിന്നെ സാറ്റർഡേ അല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പോകുന്നു എന്നുള്ളത് പറഞ്ഞു. ഷൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നമ്മളാൾ ചോദിച്ചു, നമ്മളെ കഥാകൃത്ത് ഉണ്ടല്ലോ, നമ്മളെ മെയിനായിട്ടുള്ള ആൾ ചോദിച്ചു ഷൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്? ഞാൻ എന്തിനെ വിളിക്കണ്ടേ, മിസ് ക്ലിഫോർഡ് എന്ന് വിളിക്കണോ ആലിസ് എന്ന് വിളിക്കണോ? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഐ എം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. ഞാൻ അധികം വലുതായിട്ടൊന്നുമില്ലല്ലോ. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിച്ചോ, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. എല്ലാവരും എന്നെ വിളിക്കുന്നത് മാഗി എന്നാണെന്ന് പറഞ്ഞിട്ട് ഷീ ലാഫ്റ്റ്. അവൾ ചിരിച്ചു. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? അപ്പോൾ ചോദിച്ചു നിനക്ക് വളരാനൊക്കെ വലിയ ഇഷ്ടമാണോ? അപ്പോൾ അവൾ പറഞ്ഞു യെസ്. ടെൽ മീ വൈ? അതെന്തപ്പോൾ അങ്ങനെ പറഞ്ഞേ? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഈസ് ഓൾഡ്. അപ്പോൾ പറഞ്ഞു ഞാൻ വലുതായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി പൈസ കിട്ടും. ഇപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ, ചെറിയ കുട്ടി ആയതുകൊണ്ടാണ്, എനിക്ക് 14 വയസ്സുണ്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വലുതായി കഴിഞ്ഞാൽ കൂടുതൽ ശമ്പളം കിട്ടും. പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് എന്താണ് വയസ്സായിട്ട് വരികയല്ലേ എന്ന് പറഞ്ഞു. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? അപ്പോൾ ചോദിച്ചു ഇപ്പോൾ ചെയ്യുന്ന വർക്ക് നിനക്ക് ഇഷ്ടമുള്ള വർക്ക് തന്നെയാണോ നീ ഇപ്പോൾ ചെയ്യുന്നത്? നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഈ വർക്ക് ഒരു മെക്കാനിക്കലാണ്, അതായത് എന്തെങ്കിലും എഴുതുക, ടൈപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയാണ്. ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക്. ഓക്കെ, അപ്പോൾ ഇവള് പറഞ്ഞു ഇതൊരു മെക്കാനിക്കലായിട്ടുള്ള വർക്കാണ്, വരിക ടൈപ്പ് ചെയ്യുക പോവുക, ഇങ്ങനെ ഒരു മെക്കാനിക്കലായിട്ടുള്ള വർക്കാണ്. എനിക്ക് ഇത്തരത്തിലുള്ള ജോലി ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ള ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ്, എൻ്റെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ തല ഉപയോഗപ്പെടുത്തുന്ന ഒരു ജോലിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. എന്നിട്ട് പറഞ്ഞു ഒരു സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പോലത്തെ വർക്കാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ഈ ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. അങ്ങനെ ഞങ്ങളൊരു പാലമൊക്കെ കടന്നിട്ട് ലാംബത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇറ്റ് ഇസ് എ പൂർ നൈബർഹുഡ്. അപ്പോൾ ഒരു ദരിദ്രരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെറ്റ്. അങ്ങനെ നമ്മുടെ മാഗി വീണ്ടും പറഞ്ഞു, അവിടെ നമ്മുടെ ലാംബത്തിലെത്തിയപ്പോൾ മാഗി പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു സെക്രട്ടറി ആവുകയാണെങ്കിൽ ഐ ഷാൽ ടേക്ക് മൈ മദർ അവേ ഫ്രം ഹിയർ. ഞാൻ എൻ്റെ അമ്മേനെ ഇവിടുന്ന് കൊണ്ടുപോകും. കാരണം അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, നമ്മുടെ ഇയാൾ വന്നപ്പോൾ തന്നെ ഇയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതൊരു ലാംബത്ത് എന്ന് പറയുന്നത് ദരിദ്രർ താമസിക്കുന്ന സ്ഥലമാണെന്നുള്ള ഫീൽ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? ഓക്കെ, അപ്പോൾ നിന്നെ അച്ഛൻ എന്താ വിളിക്കാറ്, മാഗി എന്നാണ് വിളിക്കാറ് അല്ലെങ്കിൽ മാക്സി എന്നാണ് വിളിക്കാറ്? വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾ മീ മാക്സി. ഹൗ ഡിഡ് യു നോ? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നെ മാക്സി എന്ന് വിളിക്കുക. അല്ല, നിങ്ങൾക്കിത് എങ്ങനെ അറിയാം, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നെ മാക്സി എന്ന് വിളിക്കുകയെന്ന്? എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. യെസ് ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. വി ആർ ഇന്ത്യൻസ്, വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനല്ല, എനിക്ക് മാജിക് അറിയാം, പിന്നെ ഞാൻ ഭയങ്കര സംഭവമാണ്, മറ്റേ ഇതൊക്കെ അറിയാം, ഫ്യൂച്ചറൊക്കെ ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇന്ത്യക്കാർ അങ്ങനത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്. ഷീ സെഡ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇൻഡീഡ്, ശരിക്കും? ഐ വാസ് സർപ്രൈസ്. വാട്ട് ഹാവ് യു ഹേർഡ്? അപ്പോൾ എനിക്ക് സർപ്രൈസായി. നമ്മളെന്താ അങ്ങനെ പറഞ്ഞ് ശരിക്കും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ശരിക്കും എന്താ ആര് പറഞ്ഞേ, എന്താ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചു. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. അതായത് ഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ള, എന്ത് ശക്തി എന്ന് പറയാം, അമാനുഷിക ശക്തിയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദേ ആർ കോൾഡ് യോഗീസ്. അവരെ വിളിക്കുന്നത് യോഗീസ് എന്നാണ് വിളിക്കുക. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷേ നിങ്ങളൊരു യോഗിയൊന്നുമല്ല എന്ന് പറഞ്ഞു. ഹൗ ഡു യു നോ ദാറ്റ് ഐ എം നോട്ട് എ യോഗി മാഗി? എന്ന് ചോദിച്ചു. മാഗി എന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ യോഗിയല്ലാന്ന് എന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗീസ് എന്ത് കഴിക്കില്ല? മീറ്റ് കഴിക്കില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? ഓ, അപ്പോൾ അതാണല്ലേ എന്നെ നേരത്തെ എന്നോട് ചോദിച്ചത് ഞാൻ വെജിറ്റേറിയൻ ആണോ അല്ലയോ എന്നുള്ളത്. ഷീ സ്മൈൽഡ് വിത്തൗട്ട് ആൻസറിങ്. അവൾ ചിരിച്ചു, ആൻസർ ഒന്നും പറഞ്ഞില്ല, അവൾ ചിരിച്ചു. We had reached a narrow doorway. Maggie took a thin latchkey out of her pocket and opened the door. അങ്ങനെ ഞങ്ങളൊരു ഇടുങ്ങിയ ഒരു പാതയിലെത്തി.
മാഗി ഒരു കുഞ്ഞൊരു ലാച്ച് കീ ഒരു താഴിൻ്റെ ഒരു പൂട്ടിൻ്റെ ഒരു താക്കോലെടുത്തിട്ട് ആൻഡ് ഓപ്പൺ ദി ഡോർ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ് പ്ലീസ് കം ഇൻ. അങ്ങനെ അവൾ ഉള്ളിലേക്ക് കടന്നിട്ട് പറഞ്ഞു വായോ എന്ന് പറഞ്ഞു. വെൻ ഐ വാസ് ഇൻസൈഡ് മാഗി ക്ലോസ് ദി ഡോർ. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കടന്നപ്പോൾ മാഗി ഡോർ അടച്ചു. ഷീ വെൻറ്റ് ടു ദ ഫുട്ട് ഓഫ് ദി സ്റ്റെയർസ് ആൻഡ് റേസിംഗ് ഹെർ വോയിസ് എ ലിറ്റിൽ കോൾഡ് മദർ വെർ ആർ യു. അങ്ങനെ അവൾ ഉള്ളിലേക്ക് കടന്നിട്ട് ശബ്ദം ഒരു ഇത്തിരി ഉയർത്തിയിട്ട് വിളിച്ചു, അമ്മേ എവിടെയാണെന്ന് ചോദിച്ചു. ഐ എം ഇൻ ദ കിച്ചൺ ചൈൽഡ്, ദി ആൻസർ കെയിം ഫ്രം ബിലോ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കിച്ചണിലാണ്, താഴെയാണ്, താഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു. കം ഡൗൺ, താഴെ വരുമെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബോവ് ഗ്രൗണ്ട്, കിച്ചൺസ് ആർ ഓഫൻ ബിലോ സ്ട്രീറ്റ് ലെവൽ. അതായത് നമ്മൾ പറയല്ലേ സമുദ്രനിരപ്പിന് മേലെയാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ പറയുന്നത് സാധാരണഗതിയിൽ കിച്ചൺ, ലണ്ടനിലത്തെ കിച്ചണൊക്കെ സാധാരണഗതിയിൽ താഴെയാണ്. അതായത് സ്റ്റെയർ ഇറങ്ങി പോകണം. നമ്മുടെ സാധാരണ നിരപ്പിൽ നിന്നും ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. താഴെയാണ് കിച്ചൺ. ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. താഴെയാണ് കിച്ചൺ വരുന്നത്. ഓക്കെ, യെസ്. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റനിങ്ലി, ഡു യു മൈൻഡ്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? താഴത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ മാഗി എന്നെ നോക്കിയിട്ട് ഒരു നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ താഴത്തേക്ക് വരുന്നതുകൊണ്ട്, ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് വെച്ചാൽ വിരോധമുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നോട്ട് ഇൻ ദ ലീസ്റ്റ്, ഇത്തിരി പോലുമില്ല, ഒരു കുഴപ്പമില്ല. കമോൺ ഐ സെറ്റ്. അങ്ങനെ കമോൺ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ടുഗദർ വി ഡിസെൻഡഡ് ദ സ്റ്റെയർസ് ടു ദ കിച്ചൺ. അങ്ങനെ കിച്ചണിലേക്കുള്ള സ്റ്റെയർസ് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. മദർ സെഡ് മാഗി ഫ്രം ദ ഡോർവേ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാഗി പറയണം ആൻ ഇന്ത്യൻ ജെന്റിൽമാൻ ഹാസ് കം ടു സീ യു. അപ്പോൾ ഒരു ഇന്ത്യൻ ജെന്റിൽമാൻ നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വെർ ഈസ് ഹി? The old woman asked eagerly with a smile. I stepped into the kitchen behind Maggie. അങ്ങനെ അമ്മ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ചോദിച്ചു. ഈഗർലി എന്ന് വെച്ചാൽ ആകാംക്ഷയോട് കൂടിയിട്ട് നടത്തട്ടോ. ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചു. ഷീ ഇൻട്രൊഡ്യൂസ് us. This is Mr. Gupta, mother. She said, Mr. Gupta, my mother. എന്നിട്ട് പറഞ്ഞു, അമ്മേനോട് പറഞ്ഞു, അമ്മ ഇതാണ് മിസ്റ്റർ ഗുപ്ത. എന്നിട്ട് ഗുപ്തനോട് പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. അങ്ങനെ നമ്മുടെ ഗുപ്തൻ എന്ത് ചെയ്തു? ഞാൻ എന്ന് പറയുന്നത് ഗുപ്തനാണ് കേട്ടോ. ആള് ഹൗ ഡു യു ഡു പറഞ്ഞിട്ട് കൈ ഷേക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ കാണിച്ചു. സാധാരണഗതിയിൽ ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത്, ഒരാൾ വേറൊരാളിനെ പരിചയപ്പെടുന്ന സമയത്താണ് നമ്മൾ ഹൗ ഡു യു ഡു പറയേണ്ടത്. തിരിച്ചും അതിന് ഉത്തരമായിട്ട് പറയേണ്ടത് ഹൗ ഡു യു ഡു തന്നെയാണ് കേട്ടോ. ഒരാൾ പറയുന്നത് ഹൗ ഡു യു ഡു, തിരിച്ചും പറയേണ്ടത് ഹൗ ഡു യു ഡു തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് വിടുക. നമ്മളെന്താ പറഞ്ഞപ്പോൾ യെസ് ഹൗ ഡു യു ഡു ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. അങ്ങനെ ഷേക്ക് ഹാൻഡ് വേണ്ടിയിട്ട് ഞാൻ കൈ കൊടുത്തു. എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ്. അപ്പോൾ അമ്മ പറഞ്ഞു എക്സ്ക്യൂസ് മീ എൻ്റെ കൈകൾ. ഷീ സെഡ് ഹോൾഡിങ് ദം ഔട്ട് ഫോർ മീ ടു സീ. എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു, അവളുടെ കൈകൾ കാണിച്ചു തന്നു, അമ്മയുടെ കൈകൾ കാണിച്ചു തന്നു. ദേ വർ കവേർഡ് വിത്ത് ഫ്ലോ. എന്താ സംഭവം? ആകെ പൊടിയാണ്. പൊടി മീൻസ് എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ടുഡേ ഈസ് സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ചയല്ലേ. ഷീ എക്സ്പ്ലെയിൻഡ് ഐ എം മേക്കിംഗ് കേക്ക്സ്. ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നു. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം ആളുകൾ കേക്ക് വാങ്ങാനായിട്ട് വരും. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ടു നൈറ്റ്. അപ്പോൾ ഇന്ന് രാത്രി സ്ട്രീറ്റിൽ വിൽക്കാനായിട്ടുള്ളതാണ്. ദിസ് ഈസ് എ വേ വി മേക്ക് അവർ ലിവിങ്, ലോട്ട്സ് ഓഫ് ട്രബിൾ. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, ഭയങ്കര പ്രശ്നത്തിലാണ്, കഷ്ടത്തിലാണ്. ഓക്കെ, സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നൈബർഹുഡ്സ്. അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവപ്പെട്ട ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ആ പാവപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ്. ഓൾ സോർട്ട് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്സ്. അതായത് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉന്തുവണ്ടിയിലും അവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവരും. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. മറ്റുള്ള ദിവസങ്ങളിലേക്കാൾ കൂടുതൽ ക്രൗഡഡ് ആയിരിക്കും, നല്ല തിരക്കുള്ള ദിവസമായിരിക്കും ഈ സാറ്റർഡേ ഈവനിങ് എന്ന് പറയുന്നത്. Saturday is the day the poor are able to spend a little for they receive their weekly wages. അതായത് ശനിയാഴ്ചയാണ് അവർക്ക് ആഴ്ചയിലുള്ള കൂലി കിട്ടുന്നത്. അപ്പോൾ അവർ ഇത്തിരിയെങ്കിലും ചിലവാക്കുന്നത് ശനിയാഴ്ചകളിലാണ്. ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ് ഫ്ലോർ. കേക്ക് മേക്കിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ഫ്ലോർ വേണം. ഫ്ലോർ എന്ന് വെച്ചാൽ മൈദ വേണം. ഫ്ലോർ എന്ന് വെച്ചാൽ എന്തോ ആവട്ടോ, പൊടി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, റേസിൻസ് നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടല്ലോ, ഉണക്കമുന്തിരിയും സാധനമൊക്കെ, എഗ്ഗ് വേണം. അപ്പോൾ അതൊക്കെ എടുത്തു അല്ല അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് സോ ഫോർത്ത് വെർ സെറ്റ് ഔട്ട് ഇൻ ദ റെഡിനെസ് അപ്പോൺ ദി ഡ്രസ്സർ.
Several freshly baked cakes in tins were also there. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ജസ്റ്റ് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. Sitting in such a poor kitchen will not be very pleasant for you, will it? അപ്പോൾ അമ്മ പറഞ്ഞു ഇത്തരത്തിലൊരു പാവപ്പെട്ട ഒരു ദരിദ്ര കുടുംബത്തിലത്തെ അടുക്കളയിൽ ഇരിക്കുന്നത് വലിയ സുഖമുള്ള ഒരു ഏർപ്പാടല്ല അല്ലേ, ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ ഇരിക്കുകയാണെന്ന് ചോദിച്ചു. Mrs. Clifford said, I have almost finished my work. Maggie, take him into the sitting room. I'll come in a minute. എന്നിട്ട് അമ്മ പറഞ്ഞു ഇത് വലിയ സുഖം ഉണ്ടാവില്ലല്ലോ കിച്ചണിൽ ഇരിക്കുക എന്നുള്ളത്, ഇതിപ്പോൾ കഴിയും, ഒരു കുറച്ച് നേരം കൂടിയും ഒരു മിനിറ്റിനുള്ളിൽ ഞാനിപ്പോൾ തീർത്തിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അപ്പോൾ മാഗിനോട് പറഞ്ഞു, മാഗി അദ്ദേഹത്തിനെ കൊണ്ടിട്ട് സിറ്റിംഗ് റൂമിൽ ഇരുത്തിക്കും, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നോ ഐ പ്രൊട്ടസ്റ്റഡ്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്, ഇവിടെ നല്ല സുഖം, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ് ഐ മസ്റ്റ് സേ. വാഹ്, നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കേക്കൊക്കെ നല്ല മനോഹരം ആയിട്ടുണ്ടല്ലോ കാണാനായിട്ട്. മിസ്സസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. അപ്പോൾ ക്ലിഫോർഡ് അങ്ങനെ ഒന്ന് ചിരിച്ചു, എന്താ പറയുക, ഒരു താങ്ക് യു പറയുന്ന പോലെ ചിരിച്ചു. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് കൺട്രി ഇസ് ഇന്ത്യ സർ? എന്നിട്ട് അമ്മ ചോദിച്ചു, സർ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനത്തെ രാജ്യമാണെന്ന് ചോദിച്ചു. ആസ് ഷി റെസ്യൂംഡ് ഹെർ കുക്കിംഗ്, അവൾ കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു. എ ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പോൾ പറഞ്ഞു ഒരു മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, സേഫ് ടു ലിവ് ഇൻ, ജീവിക്കാനൊക്കെ സുഖമാണോ, സേഫാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ പറഞ്ഞു സെറ്റൻലി ബട്ട് നോട്ട് കോൾ ലൈക്ക് ദിസ് കൺട്രി. തീർച്ചയായിട്ടും നല്ല സേഫാണ്, പക്ഷേ ഇത്രയ്ക്ക് തണുപ്പൊന്നുമില്ല, ഈ രാജ്യത്തുള്ള പോലെ ലണ്ടനിലുള്ള പോലെ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് സം വാട്ട് ഹോട്ട്, ഒരിത്തിരി ചൂടൊക്കെയുള്ള അല്ലെങ്കിൽ ഇത്തിരി വെരി ഹോട്ടാണ്, കുറച്ച് ചൂടൊക്കെയുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു വീണ്ടും, ആർ ഇൻ ദ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്, ഡോണ്ട് ദേ കിൽ പീപ്പിൾ? അവിടെ കുറേ ഇതൊക്കെ ഇല്ലേ, കുറേ ടൈഗറും അതുപോലെ തന്നെ സ്നേക്കൊക്കെ ഇല്ലേ, ഇതൊക്കെ മനുഷ്യന്മാരെ കൊല്ലില്ലേന്ന് ചോദിച്ചു. ഡോണ്ട് ബിലീവ് ദാറ്റ്, ഐ ലോഫ്റ്റ്. അതൊന്നും വിശ്വസിക്കേണ്ട എന്നുകൊണ്ട് ഞാൻ ചിരിച്ചു. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദ ജംഗിൾസ്. കടുവയും മറ്റേ പാമ്പൊക്കെ ഉള്ളത് കാട്ടിലാണ്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽസ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസ് വെർ പീപ്പിൾ ലീവ്. ഇനി അഥവാ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം മനുഷ്യന്മാരെ കൊല്ലുന്നത്, മനുഷ്യന്മാരാണ് ഈ കടുവനൊക്കെ കൊല്ലുന്നത്. നമ്മളെ പുലിമുരുങ്ങ പോലെ നമ്മുടെ നാട്ടിലേക്ക് കടുവ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനുഷ്യന്മാരാണ് ഇതിനൊക്കെ കൊല്ലുന്നത്, അല്ലാതെ അവർ മനുഷ്യന്മാരൊന്നും കൊല്ലില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഫീവർ, പനി ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ദർ ഇസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്, ചില സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ പനിയുണ്ട്. ഇറ്റ് ഈസ് നെയ്തർ ദ സെയിം എവ്രിവർ നോർ ദ സെയിം ഓൾ ദ ഇയർ റൗണ്ട്. എന്നിട്ട് പറഞ്ഞു എല്ലായിടത്തും ഒരുപോലെ ഒന്നുമല്ല, അത് മാത്രമല്ല എല്ലാ വർഷവും പനിയും കാര്യങ്ങളൊന്നുമില്ല, ചില ടൈമിൽ പനിയൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു മൈ സൺ ഈസ് ഇൻ പഞ്ചാബ്, ഹിസ് എ സോൾജർ എന്ന് പറഞ്ഞു. എൻ്റെ മോന് പഞ്ചാബിലാണ്, അവനൊരു സോൾജറാണ്. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഈസ് ദ പഞ്ചാബ്? എന്നിട്ട് ചോദിച്ചു പഞ്ചാബ് എങ്ങനെയുള്ള സ്ഥലമാണെന്ന് ചോദിച്ചു. ദ പഞ്ചാബ് ഈസ് വെരി ഫൈൻ പ്ലേസ്, ഇറ്റ്സ് എ ഫൈൻ പ്ലേസ്, നല്ലൊരു സ്ഥലമാണ്. ദർ ഇസ് ലിറ്റിൽ ഫീവർ ദർ, ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അവിടെ അധികം പനിയൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഐ എം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു സന്തോഷമായി കേട്ടപ്പോൾ എന്ന് പറഞ്ഞു. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്. അങ്ങനെ അമ്മയുടെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു, കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. മാഗി, ഷീ സെറ്റ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റേഴ്സ്, ഐ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. അപ്പോൾ മാഗിനോട് പറഞ്ഞു, മാഗി ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് അപ്സ്റ്റേഴ്സിലേക്ക് പോയിക്കോളൂ, ഞാനിപ്പോൾ വരാം, ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. മാഗി ഷോഡ് ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ഐ ഫോളോഡ്. ഓക്കെ, മാഗി അപ്സ്റ്റേഴ്സിലേക്കുള്ള ഇത് കാണിച്ചു തന്നു, വഴി കാണിച്ചു തന്നു, അങ്ങനെ ഞങ്ങൾ മൂവ് ചെയ്തു. അങ്ങനെ ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. ഫർണിച്ചറൊക്കെ വളരെ വില കുറഞ്ഞിട്ടുള്ള ഫർണിച്ചറാണ്, ആൻഡ് ഒരുപാട് ഫർണിച്ചറൊന്നും ഇല്ല അവിടെ. ദ കാർപ്പറ്റ് വാസ് ഓൾഡ്. പിന്നെ നിലത്തിട്ടിരിക്കുന്ന വിരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചവിട്ടി അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലോ നിലത്ത്, അതൊക്കെ വളരെ പഴയതാണ്. ടോൺ ഇൻ പ്ലേസസ്, ചില സമയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അത് കീറിയിട്ടൊക്കെ ഉണ്ട്. ബട്ട് എവറിത്തിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ എല്ലാതും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. മാഗി ഡ്രീവ് ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദ വിൻഡോ. മാഗി എന്ത് ചെയ്തു, കട്ടനൊക്കെ ഓപ്പൺ ചെയ്തു, കട്ടനൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടു. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്, ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഇനി അവിടെ ബുക്ക് കേസ് ഉണ്ട്, ബുക്ക് വെക്കുന്ന ഒരു കേസ് ഉണ്ട്, ഒരു അൽമാര പോലത്തെ ബുക്ക് വെക്കുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് അല്ല, ഒരു പുസ്തകമൊക്കെ ഇരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ബുക്ക് കേസ് ഉണ്ട്. ഞാൻ അവിടെ നിന്നു. മിസ്സസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിയിങ് ദ ടീ ട്രേ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. ഓക്കെ,
അപ്പോൾ ഒരു ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മ ചായ എടുത്തിട്ട് വന്നു. ഓൾ ട്രേസ് ഓഫ് ദ കിച്ചൺ ഹാഡ് വാനിഷ് ഫ്രം ഹെർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അമ്മ ക്ലീനാക്കി വന്നു, എല്ലാതും കൈയൊക്കെ കഴുകി പൊടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ തുടച്ച് കളഞ്ഞ് സെറ്റായിട്ട് വന്നു. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ക്ഡ് അബൌട്ട് ഇന്ത്യ. മിസ്സസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ത്യനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അമ്മ ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ടുവന്ന് തന്നു. നമ്മുടെ മോൻ്റെ ഫോട്ടോഗ്രാഫ് കൊണ്ടുവന്നു. ഇറ്റ് ഹാഡ് ബി ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്. അവൻ പോകുന്നതിന് മുന്നെടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണിത്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. അവൻ്റെ പേര് ഫ്രാൻസിസ് ഫ്രാങ്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഹി ഹാഡ് സെൻഡ് ഹെർ ഫോർ ഹെർ ബർത്ത്ഡേ. അങ്ങനെ മാഗി എന്ത് ചെയ്തു? മാഗി ഒരു ബുക്ക് കൊണ്ടുവന്നു. ആ ബുക്കിൽ നിറയെ പിക്ചേഴ്സ് ഉണ്ട്. അദ്ദേഹം, ഇത് നമ്മുടെ ബ്രദർ ബർത്ത്ഡേക്ക് മാഗിക്ക് അയച്ചിട്ടുള്ളതാണ്. ദർ വെർ മെനി പിക്ചേഴ്സ് ഓഫ് സിംല. നമ്മൾ ഷിംല എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഷിംല, അവിടുത്തെ ഒരുപാട് പിക്ചേഴ്സാണുള്ളത്. ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻ കൺട്രി. ഓൺ ദി ഇൻസൈഡ് പേജ് വാസ് റിട്ടൺ. അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ടു മാഗി. ആർക്ക് വേണ്ടിയിട്ടാണ്? മാഗിക്ക് വേണ്ടിയിട്ടാണ്. ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഫ്രാങ്കിൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. മാഗി ആൻഡ് മിസ്സസ് ക്ലിഫോർഡ് ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. ഓ നോ മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ്. നമ്മളെ ക്ലിഫോർഡ് ഉണ്ടല്ലോ, അമ്മ പറഞ്ഞു മാഗി ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. നമ്മളെ ഗുപ്തയ്ക്ക് നമ്മുടെ റിങ് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഹാസ് യു ബ്രദർ സെൻഡ് യു റിംഗ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദർ റിങ്ങൊക്കെ അയച്ചു തന്നിട്ടുണ്ടോ, മോതിരൊക്കെ അയച്ചു തന്നിട്ടുണ്ടോ? നോക്കട്ടെ, ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് ദ റിംഗ് ഇറ്റ് ഈസ്. ഏത് തരത്തിലുള്ള റിങ്ങാ, എങ്ങനത്തെ റിങ്ങാ, ഗോൾഡാണോ, ഇങ്ങനെ നോക്കട്ടെ, ഒന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ മാജിക് റിംഗ്, മാഗി എക്സ്പ്ലെയിൻഡ്. പറഞ്ഞു ഇതൊരു മാജിക് റിംഗ് ആണ്. മാഗി പറഞ്ഞു മാജിക് റിംഗ് ആണ്. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. ഒരു യോഗിയാണ് നമ്മുടെ ഫ്രാങ്കിന് ഇത് കൊടുത്തിട്ടുള്ളത്. ഷി ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ്. അങ്ങനെ അവൾ ആ റിംഗ് എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇൻ ഇറ്റ്. എന്നിട്ട് ചോദിച്ചു ഇതിൽ നിങ്ങൾക്ക് പാസ്റ്റും ഫ്യൂച്ചറൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? ഇതൊരു മാജിക് റിംഗ് ആണ്, ഇതിൽ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ക്രിസ്റ്റൽ ഗേസിങ്. ഞാൻ ക്രിസ്റ്റൽ ഗേസിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. എ ക്രിസ്റ്റൽ വാസ് സെറ്റ് ഇൻ ദ റിംഗ്. അതായത് ഒരു ക്രിസ്റ്റൽ ഗേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ ഒരു റിങ്ങിൽ, ഒരു മോതിരത്തിൽ വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ഒരു മാജിക് റിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഐ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് എക്സാമിൻഡ് ഇറ്റ്. അപ്പോൾ ഞാനത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ ക്ലിഫോർഡ് പറഞ്ഞു, അമ്മ പറഞ്ഞു വെൻ ഫ്രാങ്ക് സെൻഡ് ദ റിംഗ്. ഫ്രാങ്ക് ഈ റിംഗ് അയക്കുന്ന സമയത്ത് ഹി റോട്ട് ദാറ്റ് ഇഫ് യു കോൺസെൻട്രേറ്റ് ഓൺ എ ഡിസ്റ്റൻറ്റ് പേഴ്സൺ ആസ് യു ഗേസ് ഇൻ ടു ഇറ്റ്. അതായത് ഒരാളിനെ മനസ്സിൽ വിചാരിച്ചിട്ട്, വളരെ ദൂരെയുള്ള ഒരാളിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സീ ഹിം ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും, അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒക്കെ കാണാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ദ യോഗി ടോൾഡ് ഫ്രാങ്ക്. ഇതാണ് നമ്മുടെ ഫ്രാങ്കിനോട് യോഗി പറഞ്ഞിട്ടുള്ളത്. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ഇറ്റ്. മാഗിയും ഞാനും ആ ഒരു റിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അഗെയിൻ ആൻഡ് അഗെയിൻ ബിക്കോസ് വി ഹാവ് നോട്ട് ഹാഡ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കാരണം എന്താണ്, ഫ്രാങ്കിനെ കുറിച്ചിട്ട് കുറേ നാളായിട്ട് വിവരമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ലോണം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി, എന്താണ് അതിലുള്ളത് എന്ന് നോക്കി. ഇനി നമ്മളെ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. പക്ഷേ ഞങ്ങൾക്കൊന്നും തന്നെ കാണാനായിട്ട് പറ്റിയില്ല. വൈ ഡോണ്ട് യു ട്രൈ, യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കിയൊക്കെ, നിങ്ങളൊരു ഹിന്ദു അല്ലേ, ഇന്ത്യക്കാരനല്ലേ, ഹിന്ദു അല്ലേ, നിങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ഐ റിയലൈസ്ഡ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സംഭവമല്ല. അതെവിടെയുണ്ട്? ലണ്ടനിലുമുണ്ട്. ഓക്കെ. ഐ ഡിഡ് നോട്ട് ഹാവ് ദ ഹാർട്ട് ടു ടെൽ ദ മദർ ആൻഡ് ദ ഡോട്ടർ that the ring was nothing much brass with piece of ordinary glass struck into it. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇത് സാധാരണ ഒരു മോതിരാണ്, ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ സാധനം വെച്ചിട്ടുള്ളതാണ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയാണ് പറയുക? അവരുടെ ഒരു വിശ്വാസം തൊട്ടാൽ അവരുടെ മകൻ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് അത് അയച്ചു തന്നിട്ടുള്ളത്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ മോനെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെയല്ലേ. They believed their Frank had sent them a new and miraculous thing from a distant land, a dream India. How could I shatter their faith? അപ്പോൾ ഞാനെങ്ങനെ അവരുടെ വിശ്വാസം തകർക്കുക? അതായത് അവർ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക് ഒരു അമൂല്യമായിട്ടുള്ള ഒരു സംഭവമാണ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കിനെ കാണാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം ഞാനായിട്ട് എങ്ങനെ തകർക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചു.
Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞതനുസരിച്ചിട്ട് ഞാനത് റിങ് കയ്യിലെടുത്തു, നല്ലോണം നോക്കി. I cannot see anything, I exclaimed at last, giving up. പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. The mother and daughter were disappointed. To change the subject, I said, here's a violin. Is it yours, isn't it? It is yours, isn't it? Okay. അപ്പോൾ അവർക്ക് ആഘോഷമായി. എനിക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആഘോഷമായി. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മാറ്റാനായിട്ട് ഞാൻ ചോദിച്ചു, ഇത് വയലിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇത് ആരുടെ മാഗിയുടേതാണെന്ന് ചോദിച്ചു. യെസ്, മിസ്സിസ് ക്ലിഫോർഡ് ആൻസേർഡ്. അപ്പോൾ ക്ലിഫോർഡ് പറഞ്ഞു, യെസ് മാഗിയുടേതാണ്. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ. മാഗി നന്നായിട്ട് ഇതൊക്കെ വായിക്കും. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. മാഗി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വായിച്ചു തന്നെ എന്തെങ്കിലും ഒരു ഈ ഒരു ഇതിൽ എന്തൊട്ടൊന്ന് പിയാനോ അല്ലേ, വയലിനാണ്, വയലിൻ വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് വായിച്ചു തന്നെ എന്ന് പറഞ്ഞു. ഓ മദർ, മാഗി ലുക്ക്ഡ് ഇൻ ഹെർ ആൻഡ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ നമ്മുടെ മാഗി പറഞ്ഞു, ഓ അമ്മേ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു. മാഗി, ഐ പ്ലീഡഡ്, പ്ലീസ് പ്ലേ സംതിങ്. ഐ എം വെരി ഫോണ്ട് ഓഫ് ദ വയലിൻ. ഐ ഹാവ് എ സിസ്റ്റർ ഹോം അറ്റ് അബൌട്ട് യുവർ ഏജ്. ഷീ യൂസ് ടു പ്ലേ ഫോർ മീ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് മാഗി വയലിൻ വായിക്കി, എനിക്കൊരു സിസ്റ്ററുണ്ട്, നിൻ്റെ ഏജ് തന്നെയാണ് എൻ്റെ സിസ്റ്ററിനും, അവൾ എനിക്കിതുപോലെ തന്നെ വയലിനൊക്കെ വായിച്ചു തരാറുണ്ടെന്ന് പറഞ്ഞു. The way I play is not at all worth listening to, Maggie said. മാഗി പറഞ്ഞു, ഓ ഞാൻ വയലിൻ വായിക്കുന്ന കേൾക്കാനൊക്കെ രസമൊന്നുമില്ല എന്ന് പറഞ്ഞു. My entreaties at last persuaded her to play. I do not know many pieces, she said. What would you like to hear? അങ്ങനെ പറഞ്ഞു, എൻ്റെ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ ഞാൻ വായിക്കാം, പക്ഷേ എനിക്ക് അധികം ഒന്നും അറിഞ്ഞുകൂടാ, ഏതാ കേൾക്കേണ്ടതെന്ന് ചോദിച്ചു. അതായത് നമുക്കൊരു ഒരു പാറ്റേൺ ഉണ്ടാവും ഈ വയലിനൊക്കെ വായിക്കുമ്പോൾ, ഒരു സംഗീതത്തിൻ്റെ ഒരു എഴുതിയിട്ടുള്ള ഒരു കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളിങ്ങനെ, എന്താ പറയുക, ഒരു മ്യൂസിക്കിൻ്റെ ഒരു മ്യൂസിക് ലാംഗ്വേജ് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അവൾ ചോദിച്ചു, ഏതാ കേൾക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷൽ ഐ ചൂസ് സംതിങ്? ഓൾ റൈറ്റ്, ദെൻ ഗീവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. പറഞ്ഞു, എന്നാൽ മ്യൂസിക് കൊണ്ടുപോകാം. മ്യൂസിക് കൊണ്ടുപോകാം മീൻസ് ആ മ്യൂസിക്കിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും, ആ ബുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. ഐ ഓപ്പൺഡ് ഇറ്റ്. മോസ്റ്റ് ഓഫ് ദ പീസസ് വർ ലൈറ്റ് ഐസ് ലൈക്ക് ഗുഡ് ബൈ ഡോളി ഗ്രേ. അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ മാഗി ഒരു ബ്ലാക്ക് ലെതർ ബുക്ക് കേസ് കൊണ്ടുവന്നു, ബുക്കിൻ്റെ മ്യൂസിക് കേസ് കൊണ്ടുവന്നു. ആ മ്യൂസിക്കിൻ്റെ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ സംഭവം കൊണ്ടുവന്നു. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്തു. അതിലുള്ളത് സാധാരണ ചെറിയ കുഞ്ഞു പാട്ടുകളാണ്. ആ പാട്ടുകളുടെ പേരുകളാണ് കൊടുത്തത്, ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണി സക്കിൾ ആൻഡ് ദ ബീ എക്സെട്ര. ദർ വർ എ ഫ്യൂ റിയലി ഗുഡ് ദോ ഓൾഡ് ഫാഷൻഡ് വൺസ്, തിങ്സ് ലൈക്ക് റോബിൻ അഡെ. അങ്ങനെ കുറേ പാട്ടുകളുടെ ഇതാണ് പറയുന്നത് കേട്ടോ. റോബിൻ അഡെ, ആനി ലോറി ആൻഡ് ദർ വർ സെവറൽ സ്കോച്ച് സോങ്സ്. പിന്നെ സ്കോട്ടിഷ് ആയിട്ടുള്ള സോങ്ങുകളുണ്ട്. സോ ഐ സെലക്റ്റഡ് ദ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലൻഡ് ആൻഡ് ഹാൻഡഡ് മാഗി ദ മ്യൂസിക്. മാഗി പ്ലേഡ് ആൻഡ് ഐ ഹംഡ് ദ ട്യൂൺ ടു മൈസെൽഫ്. അങ്ങനെ മാഗിക്ക് കൊടുത്തു ഒരു സ്കോട്ടിഷ് ആയിട്ടുള്ള ഒരു പാട്ട്. അത് വയലിലൂടെ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ മാഗി വയലിൻ വായിച്ചു തുടങ്ങി. ഞാൻ ഇങ്ങനെ വായോട് ഇങ്ങനെ അങ്ങനെ ഹം ചെയ്യാൻ തുടങ്ങി. ഹം ചെയ്യാന്ന് വെച്ചാൽ മൂളിയിട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി. ഓക്കെ, വെൻ ദ സോങ് വാസ് ഓവർ, അങ്ങനെ പാട്ട് കഴിഞ്ഞു. ഐ പ്രൈസ്ഡ് ഹെർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹെർ. എന്നിട്ട് ഞാൻ അവൾക്ക് നന്ദി പറഞ്ഞു, നല്ല അടിപൊളിയായിട്ട് വയലിൻ വായിച്ചു എന്ന് പറഞ്ഞു. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി. അമ്മ പറഞ്ഞു, മാഗിക്ക് പഠിക്കാനായിട്ടുള്ളൊരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഷീ ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ ഹെർ സെൽഫ്. അവളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾ സെൽഫായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അവൾക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇഫ് അവർ സർക്കംസ്റ്റാൻസസ് എവർ ഇംപ്രൂവ്, ഐ ഷാൾ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്. ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. ദ ഇൻസിഡൻറ്റ് ടച്ച് മീ വെരി ഡീപ്ലി. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ സാഹചര്യമൊക്കെ, സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ സാഹചര്യമാണ്, ഞങ്ങളുടെ സാഹചര്യമൊക്കെ ഒന്നും കൂടി നല്ല രീതിയിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ആ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലാകെ ഒരു ടച്ച് ചെയ്തിട്ടുള്ളൊരു സംഭവമായി മാറി ആ ഒരു ഇത്. ഓക്കെ, 3 months പാസ്റ്റ്. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ഐ വിസിറ്റഡ് മാഗി ആൻഡ് ഹെർ മദർ സെവറൽ ടൈംസ്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ മാഗീനെയും അമ്മേനെയും കാണാനായിട്ട് പോകാറുണ്ടായിരുന്നു അറ്റ് ദെയർ ഹോം. ആൻഡ് ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, കാഴ്ച ബംഗ്ലാവിലേക്ക് നമ്മുടെ മാഗിനെ കൊണ്ടുപോയി. ഷീ റോഡ് ദ എലിഫൻറ്റ് ഇന്ത്യൻ രാജ ലൈക്ക് ഓൾ ദി അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. അങ്ങനെ അവളിനെ ആനപ്പുറത്തൊക്കെ ഇരുത്തിയിട്ട് യാത്ര ചെയ്യിപ്പിച്ചു. ഏതൊരു കുട്ടികളെയും പോലെ തന്നെ അവളും നല്ല ഹാപ്പി ആയിരുന്നു. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. പക്ഷേ നമ്മുടെ ബ്രദറിനെ കുറിച്ചിട്ട് ഒരു ന്യൂസും കേൾക്കാനായിട്ടില്ല.
Okay. Urged by Mrs. Clifford, I went to India House. അങ്ങനെ നമ്മുടെ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ക്ലിഫോർഡ് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഇന്ത്യ ഹൗസിൽ പോയി വൺ ഡേ ആൻഡ് മെയ്ഡ് ഇൻക്വയറീസ്. എന്നിട്ട് ചോദിച്ചു നമ്മുടെ ഫ്രാങ്കിനെ കുറിച്ച് ചോദിച്ചു. ഐ വാസ് ടോൾഡ് ദ റെജിമെൻറ്റ് ടു വിച്ച് ഫ്രാങ്ക് ബിലോങ്ഡ് വാസ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഫ്രാങ്ക് ഉള്ള റെജിമെൻറ്റ്, അവരുള്ള സൈന്യം ഉള്ളത് എവിടെയാണ്, വേറൊരു സ്ഥലത്താണുള്ളത്, നോർത്ത് വെസ്റ്റ് ഏരിയയിലാണ്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അതിർത്തിയിലാണുള്ളത്. മിസ്സസ് ക്ലിഫോർഡ് ബിക്കെയിം എക്സ്ട്രീംലി വോറിഡ് വെൻ ഷീ ഹേർഡ് ഇറ്റ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി, കാരണം ടെൻഷനായി, യുദ്ധത്തിനല്ല പോയിട്ടുള്ളത്. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. അങ്ങനെ ഒരു ദിവസം കുറേ കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഒരു ലെറ്റർ കിട്ടി, ഒരു പോസ്റ്റ് കാർഡ് കിട്ടി. മാഗിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഷീ റോട്ട്, ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. I have not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us. മാഗി. അപ്പോൾ നമ്മുടെ മാഗി ലെറ്റർ അയച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് തീരെ സുഖമില്ല, എനിക്കാണെങ്കിൽ വർക്കിനും പോകാൻ പറ്റിയിട്ടില്ല കുറേ ദിവസമായിട്ട്. നിങ്ങളിവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഗുപ്ത ഇവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വളരെ ഒരു സഹായമാകും എന്ന് പറഞ്ഞു. I had told the family with whom I lived about Maggie and her mother. At breakfast I spoke of the letter. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, മാഗി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവളുടെ ഒരു അമ്മയുണ്ട്, ബ്രദറുടെ സൈന്യത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ ലെറ്ററിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. മൈ ഹോസ്റ്റസ് സെഡ്, വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു, ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. ഇറ്റ് ഈസ് പ്രോബബ്ലി ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. അപ്പോൾ അവർ പറഞ്ഞു, ഫാമിലിയിലത്തെ അവർ പറഞ്ഞു, ഹോസ്റ്റസ് പറഞ്ഞു എന്താണ്, പോകുമ്പോൾ കുറച്ച് പൈസ കൊണ്ടുക്കോ, അവൾ കുറേ ദിവസമായിട്ട് വർക്കിനൊന്നും പോയിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ട് എടുക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നടക്കുന്നുണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ കുറച്ച് പൈസയൊക്കെ കയ്യിൽ വെച്ചോളൂ, അവർക്കതൊരു വലിയ സഹായമാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മുടെ ലാംബത്തിലേക്ക് പുറപ്പെട്ടു. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ, മാഗി ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ ഞാൻ പോയിട്ട് വാതിലിൽ മുട്ടി, മാഗി ഡോർ ഓപ്പൺ ചെയ്തു. She was looking much pulled down. Her eyes were hollow and wrinked. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind of you. അപ്പോൾ അവളാകെ എന്താ പറയുക, അമ്മ വയ്യാണ്ട് എടുക്കില്ല, അപ്പോൾ തീർച്ചയായിട്ടും മോൾക്ക് തീരെ വയ്യ, മോൾക്ക് എന്താ പറയുക, ആകെ ഒരു കണ്ണൊക്കെ ആകെ ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്തു എനിക്ക്. അവൾ പറഞ്ഞു, വന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഹൗസ് യുവർ മദർ മാഗി, ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. അമ്മ ഉറങ്ങിയാണ്. Her condition is very serious. The doctor says it is aggravated by her anxiety over Frank. There is no news from him yet. She may not live. അങ്ങനെ പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫ്രാങ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. ഫ്രാങ്കിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. ഇങ്ങനെ തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഐ ട്രൈ ടു കൺസോൾ മാഗി. അങ്ങനെ ഞാൻ മാഗിനെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കി. കൺസോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. അങ്ങനെ അവളുടെ കണ്ണുനീരൊക്കെ ഞാൻ എൻ്റെ ടവൽ വെച്ച് തുടച്ചു. മാഗി കൺട്രോൾഡ് ഹെർ സെൽഫ് വിത്ത് ആൻ എഫോർട്ട് ആൻഡ് സെഡ്, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. നമ്മുടെ മാഗി പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഗുപ്ത എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ആസ്ക്ഡ്, വാട്ട് ഈസ് ഇറ്റ് മാഗി, എന്താണെന്ന് ചോദിച്ചു. കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു. സിറ്റിംഗ് റൂമിലേക്ക് പോയി ഞാൻ പറഞ്ഞുതരാം. ഷീ ആൻസേർഡ്. വി tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. അങ്ങനെ ഞങ്ങൾ പതിയെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കോണിപ്പടി കയറുന്ന സമയത്ത് സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, വയ്യാത്ത സ്ത്രീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ പതിയെ പോയി. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. അങ്ങനെ അവിടെ റൂമിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാഗി, എന്താ എൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയൂ എന്ന് പറഞ്ഞു. Maggie gazed up into my face with beseeching eyes. I waited. Then she covered her face with her hands and wept silently. അവൾ എന്ത് ചെയ്തു, അവൾ പെട്ടെന്ന് എന്നെ മുഖത്ത് നോക്കി, അവസാനം അവൾ കരയാൻ തുടങ്ങി. അവളുടെ മുഖം പൊത്തിയിട്ട് കരയാനായിട്ട് തുടങ്ങി. I was in a fix. What could I say to console this child? ഞാൻ എനിക്ക് എന്താ പറയുക, ആകെ ടെൻഷനായി, കൺഫ്യൂഷനല്ലായി. ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്ത് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടീനെ ആശ്വസിപ്പിക്കുക. അവളുടെ ബ്രദർ എന്ന് പറയുന്നത് ആർമിയിൽ പോയിരിക്കുകയാണ്, പക്ഷേ എന്തില്ല, ഒരു വിവരവുമില്ല. അമ്മയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവളെ ആശ്വസിപ്പിക്കുക? ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് അലൈവ് ഓർ ഡെഡ്.
ദൈവത്തിന് മാത്രം അറിയാം നമ്മുടെ ഫ്രാങ്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയതും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുമാത്രമല്ല, ഹെർ മദർ വാസ് ദി ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. അവൾക്ക് ആകെയുള്ളതിന് അമ്മ മാത്രമാണ്. ഓക്കെ, ഇഫ് ഷീ ലോസ് ഹെർ, ഇനി അമ്മേനെയും കൂടി നഷ്ടപ്പെടുകയാണെങ്കിലോ, വാട്ട് വുഡ് ഹാപ്പൻ, എന്താ സംഭവിക്കാൻ നോക്കിയാൽ ഒരു 13-14 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ബ്രദർ ഇനി മരിച്ചു പോയെന്ന് വിചാരിക്കുക, നമ്മുടെ യുദ്ധത്തിൽ മരിച്ചു പോയെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇനി ആകെയുള്ളത് അമ്മയാണ്. അമ്മയും മരിച്ചു പോയെങ്കിൽ ആ 13-14 വയസ്സുള്ള പെൺകുട്ടി എവിടെ പോവും? വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രെഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ? അതായത് ഈ പറയുന്ന കൗമാരപ്രായത്തിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ പെൺകുട്ടി എവിടെ പോകാനാണ്? ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹെർ ഫേസ്. ഞാൻ അവളുടെ കൈ ഇങ്ങനെ മാറ്റി. അവളിങ്ങനെ മുഖം പൊത്തി കരയല്ല, കൈ മാറ്റി. മാഗി, ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. എന്നിട്ട് പറഞ്ഞു, മാഗി പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യും. എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ മാഗി പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ എം ഗോയിങ് ടു മേക്ക്. ഞാൻ പറയാൻ പോകുന്ന റിക്വസ്റ്റിനെ പറ്റിയിട്ട് ഗുപ്ത നിങ്ങൾ എന്താ വിചാരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഞാൻ പറയാൻ പോകുന്നത് വളരെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വോട്ട് ഈസ് ഇറ്റ്, വോട്ട് യു വിഷ് മീ ടു ആസ്ക്. എന്നിട്ട് ചോദിച്ചു, എന്താ എന്നോട് ചോദിക്കാനുള്ളത് ചോദിച്ചോ എന്ന് പറഞ്ഞു. ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ് സേയിങ് ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. അപ്പോൾ ഇന്നലെ മുഴുവൻ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുപ്ത വരികയാണെങ്കിൽ, ഗുപ്ത ഹിന്ദു ആണ്, ഗുപ്ത വരികയാണെന്നുണ്ടെങ്കിൽ ആ റിങ്ങിൽ ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്കിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റും. എപ്പോഴെങ്കിലും ഗുപ്ത വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് നോക്കിപ്പിക്കണം എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലെറ്റർ എഴുതിയിട്ടുള്ളത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി, ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതൊക്കെ കുഴപ്പമില്ലല്ലോ, നീ റിങ് എടുത്തിട്ട് വാ, ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കാം, നന്നായിട്ട് ഞാൻ നോക്കി നോക്കാം എന്ന് പറഞ്ഞു. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം. അപ്പോൾ മാഗി ചോദിച്ചു, ഇപ്രാവശ്യം ഗുപ്ത നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലോ, അതിൽ ആ മോതിരത്തിൽ ഫ്രാങ്കിനെ കണ്ടിട്ടില്ലെങ്കിലോ. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്. ഐ വാസ് സൈലൻറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാഗി എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഞാൻ മിണ്ടാതിരുന്നു, സൈലൻ്റായി. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഹിന്ദുസ് എന്ന് പറയുന്നത് വളരെ സത്യസന്ധരാണെന്നുള്ളത്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ദാറ്റ് ഹീ ഈസ് അലൈവ്, will it be too much of a lie? Will it be very very wrong? As she spoke, tears streamed from her eyes. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു മോതിരം ഒന്ന് നോക്കണം, എന്നിട്ട് പറയണം എനിക്ക് ഫ്രാങ്കിനെ കാണാൻ പറ്റുന്നുണ്ട്, അവനൊരു കുഴപ്പമില്ല, അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഇത് എനിക്കറിയാം നുണ പറയുന്നത് തെറ്റാണെന്ന് അറിയാം, പക്ഷേ ഈ ഒരു നുണ അത്രയ്ക്ക് വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവൾ കരയാനായിട്ട് തുടങ്ങി. I thought it over. I'm not very virtuous. I have done my sinful things. So I decided to do this. അപ്പോൾ ഞാനാണെങ്കിൽ വലിയ പുണ്യാളനൊന്നുമല്ല, ഞാനെന്താ ഒരുപാട് തെറ്റുകളൊക്കെ ഞാൻ അറിയാതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഞാനത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മോതിരം നോക്കുക, അമ്മനോട് പറയാം, നുണയാണ് പറയുന്നത്, പക്ഷേ ആ അമ്മയ്ക്ക് ആ ഒരു രീതിയിൽ അമ്മയ്ക്ക് അസുഖം ഒക്കെ മാറുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓക്കെ, അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അത് നോക്കിയിട്ട് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനിനി ആ ഒരു നുണ പറയുകയാണെങ്കിലും അത് വലിയൊരു പാപമൊന്നും ആവില്ല. പ്ലീസ് മാഗി, ഡോണ്ട് ക്രൈ. വേർ ഇസ് ദ റിംഗ്? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. എന്നിട്ട് പറഞ്ഞു, മാഗി നീ കരയൊന്നും വേണ്ട, നീ ആ റിംഗ് എടുത്തിട്ട് വാ, ഞാൻ ഇപ്രാവശ്യം ഞാൻ ഒന്നും കൂടി നല്ല രീതിയിൽ നോക്കാം, കാണുന്നുണ്ടോ നോക്കാം. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ തന്നെ അമ്മയോട് ഞാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. മാഗി ബ്രോട്ട് മീ ദ റിംഗ്. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്, സീ ഇഫ് യുവർ മദർ ഈസ് അവേക്ക്. എന്നിട്ട് ഞാൻ ആ മോതിരം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മ എണീറ്റ് നോക്കിയേ പോയിട്ടെന്ന് പറഞ്ഞു. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. അങ്ങനെ മാഗി വന്നിട്ട് പറഞ്ഞു, അമ്മ എണീറ്റിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുപ്ത വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഗുപ്ത ചോദിച്ചു, ഐ സീ ഹെർ നൗ. എനിക്കിപ്പോൾ അവളെ കാണാൻ പറ്റുമോ, അമ്മേനെ കാണാൻ പറ്റുമോ? പ്ലീസ് കം. അപ്പോൾ അവൾ പറഞ്ഞു, വരൂ എന്ന് പറഞ്ഞു.
ഐ അപ്രോച്ച്ഡ് ദ മദേഴ്സ് ബെഡ്സൈഡ്. അങ്ങനെ ബെഡ്സൈഡ് അമ്മ കിടക്കുന്ന ബെഡിൻ്റെ അവിടെ പോയി. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. അങ്ങനെ എൻ്റെ കയ്യിൽ ആ റിംഗ് ഉണ്ട്. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ് മിസ്സസ് ക്ലിഫോർഡ്. അങ്ങനെ അമ്മയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. യുവർ സൺ ഈസ് അലൈവ്, ഹീസ് വെൽ. എന്നിട്ട് പറഞ്ഞു, ആ മോന് സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അവൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്കിതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ദ ഓൾഡ് വുമൺ റേസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, അമ്മ കിടന്നിരുന്നല്ലേ, അവിടുന്ന് തല കുറച്ച് ഉയർത്തിയിട്ട്, അല്ലെങ്കിൽ തലയിണയിൽ നിന്ന് തല കുറച്ച് ഉയർത്തിയിട്ട് ചോദിച്ചു, ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? എന്നിട്ട് ചോദിച്ചു, ആ ക്രിസ്റ്റലിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഷി ആസ്ക്ഡ്. യെസ് മിസ്സസ് ക്ലിഫോർഡ്, ഐ ആൻസർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഐ ഹാവ് സീൻ ഇറ്റ്. അപ്പോൾ ഗുപ്ത പറഞ്ഞു, യെസ് ക്ലിഫോർഡ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മടിയും കൂടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്, ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. ഷീ വിസ്പേർഡ് ഫെയിൻറ്റ്ലി, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, അമ്മ കിടന്നു. സന്തോഷാശ്രുക്കൾ എന്ന് പറയില്ല, സന്തോഷത്തിൻ്റെ കണ്ണുനീര് അവളുടെ കണ്ണുകളിൽ നിന്ന് വന്നു. അവൾ ഒരു മയക്കത്തിലെന്ന പോലെ പറഞ്ഞു, ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്സസ് ക്ലിഫോർഡ് റിക്കവേർഡ്. അങ്ങനെ നമ്മുടെ ക്ലിഫോർഡ് റിക്കവറായി. അങ്ങനെ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. അങ്ങനെ ഞാൻ എൻ്റെ രാജ്യത്തേക്ക്, ഞാൻ എൻ്റെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള സമയമാണ്. ഐ വിഷ് ടു ഗോ ടു ലാംബ് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാഗിനോടും അമ്മനോടും ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവാം, ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകല്ലേ എന്ന് വിചാരിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ ഫാമിലി ആകെ പ്രശ്നത്തിലാണ് അവിടെ. മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങുക അല്ലെങ്കിൽ കരയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ വളരെ വിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത് സംഭവം ഉണ്ടായെന്ന് അറിയോ? ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദി ഫ്രണ്ടിയർ. അതിർത്തിയിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റിൽ നമ്മുടെ ഫ്രാങ്ക് കൊല്ലപ്പെട്ടു. എ മന്ത് എഗോ മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. മാഗി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കത്ത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ദാറ്റ് and found that Frank had been dead some days when I told his mother he was alive and well. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എന്നാണ് ഫ്രാങ്ക് മരിച്ചത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റിങ് നോക്കിയിട്ട് അവനൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് കുറച്ച് ദിവസം മുന്നെയാണ് നമ്മുടെ ഫ്രാങ്ക് മരിച്ചിട്ടുള്ളത്. ഓക്കെ. ഐ ഫെൽറ്റ് അഷൈംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്. അപ്പോൾ എനിക്ക് ആകെ നാണക്കേട് തോന്നി. ഞാൻ എങ്ങനെയാണ് ആ അമ്മയുടെ മുഖത്ത് നോക്കുക? ഞാൻ കള്ളം പറഞ്ഞില്ലേ, അതായത് ആ മോൻ മരിച്ചിട്ട് ഒരു കുറച്ച് ദിവസമായി. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്, പോയിട്ട് മോതിരം നോക്കിയിട്ട് മോന് സുഖമായിട്ടിരിക്കുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, അവന് സുഖമാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് അമ്മയുടെ മുഖത്ത് നോക്കുക? എനിക്ക് ആകെ ഒരു നാണക്കേട് പോലെ തോന്നി. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ അവർക്കൊരു ലെറ്റർ അയച്ചു. എനിക്ക് ഡയറക്റ്റ് അവരെ പോയി ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല, ഒരു കറേജ് ഉണ്ടായിരുന്നില്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുക എന്നുള്ളൊരു ചിന്ത മാത്രം. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോണ്ട്. അങ്ങനെ എൻ്റെ ലണ്ടനിലത്തെ അവസാനത്തെ ദിവസമാണ്. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് മൈ ഫാമിലി ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫാമിലിയുടെ കൂടെ. ആ സമയത്ത് ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മിസ് ക്ലിഫോർഡ് കാണാൻ വന്നിട്ടുണ്ട് നിങ്ങളെന്ന് പറഞ്ഞു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. ആ സമയത്ത് മാഗി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ലെറ്റ് ഷീ ബി ലേറ്റ് ഫോർ ദി ഓഫീസ് ബിക്കോസ് ഓഫ് മീ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാരണം ഇനി മാഗിക്ക് ഓഫീസിലെത്താൻ ലേറ്റ് ആവണ്ട, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റു, ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് എണീറ്റു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മാഗി അവിടെ ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് വെയറിങ് ബ്ലാക്ക്. അവൾ ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. ഐ ടുക്ക് ഹെർ ഇൻ ടു ദ അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ. ഞാൻ അങ്ങനെ അവളെ തൊട്ടടുത്തുള്ളൊരു ലൈബ്രറി, അതായത് റൂമിനോടത്ത് തന്നെ ഒരു ബുക്കൊക്കെ വെച്ചിട്ടുള്ള അവിടെ കൊണ്ടുപോയിരുത്തി. ആർ യു ലീവിങ് ടുഡേ ഷി ആസ്ക്ഡ്. അവൾ ചോദിച്ചു, ഗുപ്ത നിങ്ങളൊന്ന് പോവുകയാണില്ലേ എന്ന് ചോദിച്ചു. യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. ഞാൻ ഇന്നാണ് പോകുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി. ഇന്ത്യയിലേക്ക്, നിങ്ങളുടെ രാജ്യത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കും? എ ലിറ്റിൽ മോർ ദാൻ 2 weeks. ഒരു 2 ആഴ്ചയിൽ കൂടുതൽ എടുക്കും. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദി കൺട്രി ഡു യു ലിവ്. എവിടെയാണ് നിങ്ങൾ ഇനി താമസിക്കാൻ പോകുന്നത് അവിടെ? ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വെയർ ഐ എം പോസ്റ്റഡ് അൺടിൽ ഐ അറൈവ് ദർ.
അപ്പോൾ ഞാൻ പഞ്ചാബിലേക്കാണ് പോകുന്നത്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ എന്നെ എവിടെയാണ് നിയമിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. യെസ് എ ഫ്രണ്ട് ഐ ഹവ് വെരി ഫാർ ഫ്രം ദ. അങ്ങനെ ചോദിച്ചു, അതിർത്തി അവിടുന്ന് വളരെ അകലെയാണോ? അപ്പോൾ ഗുപ്ത പറഞ്ഞു, നോ നോട്ട് വെരി. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മാൻറേ. അപ്പോൾ ഫ്രാങ്കിനെ അടക്കം ചെയ്തിട്ടുള്ളത് അവിടെ ഫോർട്ട് മോൺട്രേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, നിയർ ഡേര ഗാസിഗാൻ. ദ ഗേൾസ് ഐസ് വെർ ഫിൽഡ് വിത്ത് ടീയേഴ്സ് ആസ് ഷി സ്പോക്ക്. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു തുടങ്ങി. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. ഞാൻ അവിടെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ബ്രദറിൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് ഞാൻ ലെറ്റർ എഴുതാം എന്ന് പറഞ്ഞു. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓർ ഇൻകൺവീനിയൻറ്റ്, മാഗി ആസ്ക്ഡ്. മാഗി ചോദിച്ചു, ലെറ്റർ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ആവുമോ, നിങ്ങൾക്ക് ഒരു കൺവീനിയൻ്റ് ആവുമോ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്ന് ചോദിച്ചു. വൈ ഷുഡ് ഇറ്റ് ബി, ദേർ ഗാസിഗാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വേർ ഐ ഷാൾ ബി. അതായത് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ദേര ഗാസിഗാൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇറ്റ് വിൽ സെർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. അപ്പോൾ എന്തെങ്കിലും എനിക്ക് അവിടെ പോകാൻ പറ്റും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവൾക്ക് വളരെ ഒരു കൃതജ്ഞത തോന്നി. കൃതജ്ഞത മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയാണ്. ഒരു 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 നല്ല കാര്യം ചെയ്തുകൊണ്ടുള്ള ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, കൃതജ്ഞത, അതാണ് മലയാളം വേർഡ്. ഓക്കെ, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു, അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതാണ് ആ സംഭവം. ഓക്കെ, ആസ് ഷി താങ്ക്ഡ് മീ ഹെർ വോയിസ് ഷോക്ക്ഡ്. അവൾ എന്നോട് നന്ദി പറഞ്ഞു. ആ സമയത്ത് അവളുടെ തൊണ്ട ഇടറി. ചോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട ഇടറുക എന്നുള്ള അർത്ഥമാണ്. ഷി ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഷില്ലിംഗ് എടുത്തു. ഷില്ലിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ നാണയമാണ്. നമ്മൾ പൗണ്ട് എന്നൊക്കെ പറയില്ല, പൗണ്ട് ഷില്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവിടുത്തെ പൈസ എടുത്തു. ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അങ്ങനെ എൻ്റെ ഫ്രണ്ടിലുള്ള ടേബിളിലും വെച്ചു. സെയിങ്, എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് വേ ഫോർ മീ. എന്നിട്ട് പറഞ്ഞു, അവിടെ പോകുന്ന സമയത്ത് ഈ ഷില്ലിംഗ് കൊണ്ട് പൂക്കൾ വാങ്ങണം. പൂക്കൾ വാങ്ങിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തുമ്മിൽ വെക്കണം എന്ന് പറഞ്ഞു. ഇൻ മൈ ഇമോഷൻ ഐ ലോവേഡ് മൈ ഐസ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടി ആ ഒരു ഷില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ, എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. എന്നിട്ട് അവൾക്ക് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പൂക്കൾ നിറയെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പൂക്കൾ അവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് പറയാം, എന്നിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു പൈസ. ബട്ട് ഐ റീകൺസിഡേർഡ് വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദി ജോയ് ദി സാക്രിഫൈസ് വുഡ് ഗിവ് ഹെർ. പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തന്നെയല്ലേ ഇത് ചെയ്യേണ്ടത്. അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊടുക്കുന്ന പൈസ കൊണ്ട് വാങ്ങുന്ന പൂക്കൾ തന്നെയല്ലേ അവളുടെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ വെക്കേണ്ടത്. ഓൾ ദിസ് ഷില്ലിംഗ് കുഡ് ഹാവ് ഗിവൺ ഹെർ ഷി വാസ് ഫോർ ഗോയിങ് ഫോർ ദ ലവ് ഓഫ് ഹെർ ബ്രദർ. അവൾ ഈ പൈസ കൊണ്ട് വാങ്ങുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അവളുടെ ബ്രദറിനോട് അവൾക്കുള്ള സ്നേഹമാണ്. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. എല്ലാ വിലകൾക്കും അപ്പുറമുള്ളൊരു വിലയാണ് അവളുടെ ആ ഒരു ഷില്ലിങ്ങിനുള്ളത്, അല്ലെങ്കിൽ ആ ബ്രദറിനോട് ആ സിസ്റ്ററിനുള്ള സ്നേഹം എന്ന് പറയുന്നത്. ദ ഗ്രീഫ് ഇൻ ഹെർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. അതായത് അവളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരിയെങ്കിലും കുറയും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഹെർ ഓഫ് ഇറ്റ്. ഇനി ഞാൻ ആ ഷില്ലിങ് വേണ്ടാന്ന് പറയുന്നുണ്ട്, എന്താ കാര്യം? അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിങ്. ഞാൻ എന്ത് ചെയ്തു? ആ ഷില്ലിങ് കയ്യിലെടുത്തു. മാഗി, ഐ സെഡ്, ഐ ഷാൾ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. മാഗി, ഞാൻ ഈ പൈസ കൊണ്ട്, ഈ ഷില്ലിങ് കൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് വാങ്ങും, എൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ വയ്ക്കും എന്ന് പറഞ്ഞു. മാഗി സ്റ്റുഡ് അപ്പ്. ഹൗ കെൻ ഐ താങ്ക് യു. മാഗി എണീറ്റു. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയുക? അവൾ പറഞ്ഞു. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ. റിമെമ്പർ ടു റൈറ്റ്. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, കത്തെഴുതാൻ മറക്കല്ലേട്ടാ എന്ന് പറഞ്ഞു. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. ഞാൻ എണീറ്റു, അവളുടെ കൈകൾ എൻ്റെ കൈകളിലെടുത്തു. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലസ് യു. ഞാൻ അവളോട് ഗുഡ് ബൈ പറഞ്ഞു. ഐ സെറ്റ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ടു മൈ ലിപ്സ്.
ഞാൻ അവളുടെ കൈകൾ എൻ്റെ ചുണ്ടുകളോട് അടുപ്പിച്ചു. ഞാൻ അവൾക്ക് ഒരു ഉമ്മ കൊടുത്തു, കയ്യിൽ ഉമ്മ കൊടുത്തു. മാഗി ലെഫ്റ്റ്. അങ്ങനെ മാഗി പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റെയർസ് ടു പാക്ക് മൈ ബാഗ്സ്. എൻ്റെ കണ്ണുകളിൽ നിന്നും ഉതിർന്നു വന്ന 1-2 തുള്ളി കണ്ണുനീർ തുടച്ച് കളഞ്ഞുകൊണ്ട് ഞാൻ അപ്സ്റ്റെയർസിലേക്ക് എൻ്റെ ബാഗുകൾ പാക്ക് ചെയ്യാനായിട്ട് പോയി. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബ്രദർ സിസ്റ്റർ ഫാമിലി തമ്മിലുള്ളൊരു ഫാമിലിയിലത്തെ ആളുകൾ തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചിട്ടും അതുമാത്രമല്ല മറ്റൊരാളുടെ വാക്കുകൾ എങ്ങനെയാണ് ചില കാര്യങ്ങൾക്കൊക്കെ സൂത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സൂത്തിങ് എഫക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. And that's all about the story, and thank you so much for watching this video. If you like this video, please like, share and subscribe. Thank you so much.